ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ SG ഫാമിലി. ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത് us. ഇന്ന് സെപ്റ്റംബർ 9 മൺഡേ ആണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ? ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ. ഞാനിന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ കേട്ടോ. നിങ്ങളുടെ ലൈക്സും കമൻറ്റ്സും എല്ലാം കാണുമ്പോഴും ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ അല്ലാതെങ്കിലും സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ബ്രെഡ് കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് ഇത്. ഞാനിന്നിവിടെ ഉണ്ടാക്കാനായി പോകുന്നത് ബ്രെഡ് മസാലയാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാനായി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ 10 വൈറ്റ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വൈറ്റ് ബ്രെഡ് തന്നെ വേണമെന്നില്ല, ഗോതമ്പിൻ്റെ ബ്രെഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രെഡ് മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കണ്ടേ നമുക്ക് നോക്കാം. ഞാനിവിടെ ഈ ബ്രെഡ് മസാല മുട്ടയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ, നോൺ വെജ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ, അതേപോലെ ചില സ്കൂളുകളിലും നോൺ വെജ് അലൗഡ് ആയിരിക്കില്ല. മുട്ടയുള്ള ഒരു സാധനവും കൊണ്ടുപോകാനോ അതേപോലെ ചിക്കനും മീനും മട്ടനൊന്നും കൊണ്ടുപോകാനായി പാടില്ല. അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാനായാലും മുട്ടയില്ലാതെയും നമുക്ക് ഈ ഐറ്റം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രെഡ് മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കണ്ടേ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ദോശക്കല്ല് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. ദോശക്കല്ല് ചൂടായി വന്നതും അതിലേക്ക് ഒരല്പം നെയ്യും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദോശക്കല്ലിലേക്ക് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ പീസുകൾ ഓരോന്നോരോന്നേ വെച്ച് കൊടുത്ത് നമുക്ക് ബ്രെഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ദോശക്കല്ലിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ആ ബ്രെഡിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കൊരല്പം നെയ്യൊന്ന് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്ത ശേഷം രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഐറ്റത്തിന് ഒരു കൈപ്രസം വരും. അതുകൊണ്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ഇതേപോലെ ചൂടായിട്ടുള്ള പാനിലേക്ക് ബ്രെഡെല്ലാം വെച്ച് കൊടുത്ത ശേഷം ഇതേപോലെ ബ്രെഡിൻ്റെ മുകളിലേക്കിട്ട് ഒരല്പം കൂടെ നെയ്യൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ബ്രെഡെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ മാത്രം മതിയാവും. അങ്ങനെ നമുക്കിനി ബാക്കിയുള്ള ബ്രെഡെല്ലാം ഇതേപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മളിവിടെ 10 പീസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ ബ്രെഡെല്ലാം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡെല്ലാം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിതവിടെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാനായി വെക്കാം. പാൻ ചൂടായി വന്നതും അതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെയ്യും കൂടെ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തു. അത് ചൂടായി വന്നതും അതിലേക്ക് 10 കാഷ്യൂനട്ട് ചെറുതാക്കി മുറിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. 10 കാഷ്യൂനട്ട് എന്ന് പറയുമ്പോൾ 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചെറുതാക്കി മുറിച്ചതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂനട്ട് ഇതേപോലെ 10 എണ്ണം എടുത്ത് ചെറുതാക്കി മുറിച്ചും കൂടെ ആ ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഇതാ കാഷ്യൂ നട്ടിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നേരത്തേക്കൊന്ന് വറുത്തെടുക്കുമ്പോൾ ഇതേപോലെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നോളും. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ ചൂടായിട്ടുള്ള പാനിലേക്ക് തന്നെ കാഷ്യൂ നട്ടെല്ലാം വറുത്തെടുത്ത് മാറ്റി വെച്ച ശേഷം അതേ ചൂടായിട്ടുള്ള പാനിലേക്ക് തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത ശേഷം അതും ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരട്ടെ. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നും അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഇഞ്ചിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് സവോള തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത ശേഷം അതും ചെറുതാക്കി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതവിടെ 2 മീഡിയം സൈസ് സവോള ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 3 ടേബിൾ സ്പൂൺ ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ സവോള ചെറുതാക്കി മുറിച്ച് മാറ്റി വെച്ച ശേഷം ബാക്കിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ഇതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ സവോള ചെറുതാക്കി മുറിച്ചത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഇതിലേക്ക് ഈ ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊന്നും ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു പച്ചമുളക് 2 എണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിത് ഇതേപോലെ വെളുപ്പത്തിലുള്ള ചെറിയ പച്ചമുളക് 2 എണ്ണം നന്നായി കഴുകിയെടുത്ത് അതും കൂടെ ചെറുതാക്കി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ സവോളയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സവോളയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി നന്നായി കഴുകിയെടുത്ത ശേഷം അതും ചെറുതാക്കി അതേപോലെ മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ പച്ച കളറിലുള്ള ക്യാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ പകുതിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ചെറുതാക്കി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം, നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് നേരത്തേക്കും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ 3 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. സൈഡിലേക്ക് ഇതേപോലെ മാറ്റി വെച്ച ശേഷം അതിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അതേപോലെ സ്കൂളിലേക്കൊന്നും മുട്ട അലൗഡ് ആയിരിക്കില്ല. മുട്ടയിട്ടുള്ള ഒരു സാധനവും കൊണ്ടുപോകാനായി പാടില്ല. അങ്ങനെയുള്ള സ്കൂളിലേക്ക് കുട്ടികൾക്ക് സ്നാക്കായിട്ടോ ലഞ്ചൊക്കെ ആയിട്ട് കൊടുത്തുവിടാനായാലും മുട്ട ഒഴിവാക്കിയിട്ട് ഈ സ്റ്റേജിൽ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ക്യാരറ്റ് 1-2 ക്യാരറ്റ് നന്നായി കഴുകിയ ശേഷം അതൊന്ന് ചീകിയിട്ടോ ഗ്രേറ്ററിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത ശേഷമോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതാക്കി മുറിച്ചതോ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത് അതിന് പകരമായിട്ടാണ് ഞാനിവിടെ മുട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ 3 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് മുട്ട വേവാൻ ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയെല്ലാം ഇതേപോലെ ഒന്ന് കൊത്തി പൊരിച്ചെടുക്കാം. മുട്ടയെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ഈ സ്റ്റേജിൽ മുട്ട ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ.
ക്യാരറ്റ് ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതാക്കി മുറിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുട്ട ചേർത്തുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുരുമുളക് പൊടിയും ഉപ്പും ഇപ്പം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതാ മുട്ടയും കൂടെ നല്ലപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ വഴറ്റിയെടുത്തുള്ള സവോളയും ആ പച്ചമുളകും ആ ക്യാപ്സിക്കവും മുട്ടയും എല്ലാം നല്ലപോലെ നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് നന്നായി പഴുത്ത 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി നന്നായി കഴുകിയെടുത്ത ശേഷം ഇതേപോലെ ചെറുതാക്കി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് തക്കാളിയെല്ലാം ഒന്ന് വെന്തുടഞ്ഞത് വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തക്കാളിയെല്ലാം ഒന്ന് വെന്തുടഞ്ഞത് വരുന്നത് വരെ നമുക്കൊരു പ്ലേറ്റ് വെച്ച് മൂടി വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് ഇതേപോലെ ഒരു തട്ട് കൊണ്ടാണ് കേട്ടോ മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ 5 മിനിറ്റ് നേരം അടച്ച് വെച്ച് കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയെല്ലാം നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലപ്പൊടി ഒരിക്കലും കൂടിപ്പോകരുത്, കൂടിപ്പോയാൽ ഒരു കുത്തൽ ടേസ്റ്റ് വരും. അതുകൊണ്ട് 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ സാമ്പാർ പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാർ പൊടി ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചേർത്ത് കൊടുത്താൽ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ബ്രെഡ് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ സാമ്പാർ പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിരുന്നു. അതുകൊണ്ട് മുളക് പൊടി ശ്രദ്ധിച്ചിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. എരിവ് കൂടിപ്പോയാൽ കഴിക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് എത്രയാണോ എരിവ് ആവശ്യം അതനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൊണ്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ അതിലേക്ക് 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ ചെറിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതേപോലെ നല്ലപോലെ തിളച്ച് കുറുകി വന്ന ശേഷം അതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് പീസുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ തന്നെ നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ടൊമാറ്റോ സോസും വെള്ളവും കൂടെ എല്ലാം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ഒന്ന് തിളക്കാനായിട്ട് വെച്ചിരുന്നു കേട്ടോ. തിളച്ചതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നതും അതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ടോ ഞാൻ ഈ ബ്രെഡ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാനാണെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഞാനിതാ നമ്മൾ നേരത്തെ 3 ടേബിൾ സ്പൂൺ സവോള ചെറുതാക്കി മുറിച്ചത് മാറ്റി വെച്ചിരുന്നു. അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം, ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതാക്കി നന്നായി കഴുകിയെടുത്ത ശേഷം അതും ചെറുതാക്കി മുറിച്ച് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് കൊണ്ടുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും അതുപോലെ ഇടയ്ക്കൊക്കെ സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ഇത്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾ മുതൽ മുതിർന്നവരിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. അതേപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മുളക് പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എഗ് ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഒപ്പീനിയൻ എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അങ്ങനെ ഈ ബ്രെഡ് മസാല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ കേട്ടോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാനായാലും വെറൈറ്റി ആയിട്ടൊക്കെ കൊണ്ടുപോകാനായാലും പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള ഐറ്റം തന്നെയാണ് ഇട്ടത്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. തീർച്ചയായിട്ടും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് എല്ലാവരെയും വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് സപ്പോർട്ട് us. അതേപോലെ തന്നെ മറക്കാതെ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും. സ്കൂളിലേക്കായാലും വെറൈറ്റി ആയിട്ടൊക്കെ കൊടുത്തു വിടാനായാലും പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. എല്ലാവരും മറക്കാതെ ഉണ്ടാക്കി നോക്കണേ. വീട്ടിൽ ബ്രെഡ് ബാക്കിയാണെങ്കിൽ അതിൽ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ഇത്. അതേപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറൊക്കെ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.